വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നിങ്ങളുടെ തമ്പൊക്കെ കണ്ടു കാണും. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഇമ്പോർട്ടൻറ്റ് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതിനുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഫ്രീ ആയിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകാൻ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ഒന്നും പറയാനില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ത് യോധ ബാച്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇനിയും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം എല്ലാ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലൂടെ മൊഡ്യൂൾ എക്സാംസിലൂടെയൊക്കെയാണ് നിങ്ങൾ സെറ്റ് ആക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതാണ് കേട്ടോ. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലൂസനിങ് ഓഫ് ദ സോയിൽ കോൾഡ്? സോയിൽ ലൂസനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മണ്ണ് ഉഴുതു മറിക്കുന്നു, കിളച്ചു മറിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്താണ് പറയാന്നാണ്? ടില്ലിങ്, ഹാർവെസ്റ്റിംഗ്, സ്പ്രേയിങ് ആൻഡ് വീഡിങ്. എന്താണ് നമ്മൾ പറയുന്നത്? ഇത് ടില്ലിങ് അല്ലേ? ടില്ലിങ് ചെയ്യാന്നാണ് നമ്മൾ ഈ ഒരു മണ്ണ് ഉഴുതു മറിക്കുന്നതിനെ പറയുന്ന ഒരു നെയിം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വിച്ച് ഇസ് എ പെസ്റ്റിസൈഡ് ഫ്രം ദ ഫോളോയിങ്? താഴെ തന്നതിൽ പെസ്റ്റിസൈഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2,4-D നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? 2,4-ഡൈക്ലോറോഫിനോക്സി അസിറ്റിക് ആസിഡ്, അതാണ് 2,4-D എന്ന് നമ്മൾ പറയുന്നത്. അപ്പം മറന്നു പോകരുത്, 2,4-D. ദെൻ വാട്ട് ഈസ് ദ സീഡ് ഡ്രിൽ യൂസ്ഡ് ഫോർ? നമ്മൾ കുറേ തവണ പഠിച്ചതാണ്, ഫിഗർ വെച്ച് പഠിച്ചതാണ്. സീഡ് ഡ്രിൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർവെസ്റ്റിംഗ് ആണോ, സോയിങ് ആണോ, വീഡിങ് ആണോ, ക്ലീനിങ് ദ സീഡ് എന്നാണോ? ഏതിനു വേണ്ടിയിട്ടാണ്? സീഡ്സ് സോ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ? അപ്പം മണ്ണിൽ നമ്മുടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സോയിങ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീഡ് ഡ്രില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് മെത്തേഡ് എന്നും പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സ്പ്രേയിങ് വീഡിസൈഡ്സ്. നമ്മൾ ഈ വീഡിസൈഡ്സ് എന്ത് ചെയ്യും? സ്പ്രേ ചെയ്താണ് അടിക്കാറുള്ളത്. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കൾട്ടിവേറ്റർ ആണോ, പ്ലൗ ആണോ, സ്പ്രേയർ ആണോ, കമ്പൈൻ ആണോ? അപ്പം വീഡിസൈഡ് സ്പ്രേ ചെയ്യാൻ നമുക്ക് എന്തായാലും ഉത്തരവേ ഇതേ ഉള്ളൂ, സ്പ്രേയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വീഡിസൈഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലെവലിംഗ്? നമ്മൾ മണ്ണ് എന്ത് ചെയ്യും? ഉഴുതും മറിച്ചൊന്ന് ലെവലാക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇതുപോലെ പല കാര്യത്തിൻ്റെയും അഡ്വാൻറ്റേജസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. പ്ലവിങ്ങിൻ്റേത്, പിന്നെ സീഡ്രിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് ചോദിക്കാറുണ്ട്. സോ എന്താണ് ലെവലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ലെവലിംഗ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ കോസ്ഡ് ബൈ വിൻഡ് ഓർ എയർ. വിൻഡ് എയർ ഒക്കെ വഴി ഇറോഷൻ വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ലെവലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ സോയിങ് സീഡ്സ് യൂണിഫോംലി, ദസ് ഹെൽപ്സ് ദ പ്ലാന്റ്സ് ടു ഗ്രോ യൂണിഫോംലി ടു. നല്ലോണം ലെവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ യൂണിഫോം ആയിട്ട് നമുക്ക് സീഡ്സ് സോ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് പ്ലാന്റിനെ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഇറിഗേഷൻ ബൈ അലൗവിങ് the water to get distributed uniformly through the soil. അപ്പോൾ പ്രോപ്പർ ഡിസ്റ്റൻസിൽ തന്നെ പ്ലാന്റ് വളരുന്നതുകൊണ്ടും സോയിൽ നല്ലോണം പ്ലൗ ചെയ്ത് ലെവൽ ചെയ്തുകൊണ്ടും വാട്ടർ ഇറിഗേഷൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ പ്ലാന്റ്സിലേക്കും വാട്ടർ ഈക്വലി നമുക്ക് എന്ത് ചെയ്യാം, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ഈസ് എ കൾട്ടിവേറ്റർ? എന്താണ് കൾട്ടിവേറ്റർ എന്നാണ് നമ്മൾ പഠിച്ചതാണ്. എന്തിനാണ് കൾട്ടിവേറ്റർ യൂസ് ചെയ്യുന്നതെന്ന്? ഇസ് എ ഫാം ഇംപ്ലിമെൻറ്റ് യൂസ്ഡ് ഫോർ സ്റ്റിറിങ് ആൻഡ് പൾവറൈസിങ് ദ സോയിൽ ഫോർ പ്ലാന്റിങ് ക്രോപ്സ് അല്ലേ? കൾട്ടിവേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഈ ഒരു സോയിൽ സ്റ്റിർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്രോപ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് പ്ലാന്റ് ചെയ്യാനും അത് സോയിൽ നല്ല രീതിയിൽ എല്ലാ രീതിയിലും യൂണിഫോം ആയിട്ട് ഒരു ഫെർട്ടൈൽ സോയിലാക്കി എടുക്കാനും നമുക്ക് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലവിങ്ങും ടില്ലിങ്ങും ഒക്കെ ചെയ്ത് സോയിൽ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൾട്ടിവേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കൾട്ടിവേറ്ററിൻ്റെ യൂസ് അതാണ്. അപ്പം പൾവറൈസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ ഈ മണ്ണ് എല്ലാം കട്ട പിടിച്ച് കിടക്കുന്നെങ്കിൽ അതൊക്കെ നല്ലോണം ബ്രേക്ക് ചെയ്ത് ക്രഷ് ചെയ്ത് സോയിലാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും കല്ലും കട്ടകളൊന്നും പിടിക്കാതെ നല്ല യൂണിഫോം ആയിട്ട് മണ്ണ് നല്ലോണം ഉഴുതും മറിച്ച് ലെവൽ ചെയ്യുന്നതിനാണ് കൾട്ടിവേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നും കൂടെ മനസ്സിലാക്കണം കേട്ടോ. വാട്ട് ഈസ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ബെനിഫിഷ്യൽ? ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, എന്താണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് ഇൻക്ലൂഡിംഗ് ഇൻസെക്ട്, മൈറ്റ്സ്, വീഡ്സ് എക്സെട്ര വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ ലിവിംഗ് ഓർഗാനിസം ആർ നോൺ ആസ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ്. അപ്പം നമ്മുടെ ക്രോപ്പിനെ നശിപ്പിക്കുന്ന ഒരു പെസ്റ്റ് ഉണ്ടെങ്കിൽ
അതിനെ കഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യുന്ന മറ്റൊരു ജീവി ഉണ്ടാകും. ആ ജീവിനെ വെച്ച് നമ്മുടെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അതാണ് ഇത് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ പെസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പെസ്റ്റ് കൺട്രോൾ ചെയ്യണം. അതാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. സോ കൺട്രോളിങ് ഏജൻസ് ആർ വെരി മച്ച് പെർട്ടിക്കുലർ ഓഫ് ദിയർ ഹോസ്റ്റ് പെസ്റ്റ്. ആൻഡ് എക്സാമ്പിൾ ലേഡി ബഗ്സ് കൺട്രോൾ അഫിഡ്സ്, മൈറ്റ്സ്, സ്കെയിൽ, ഇൻസെക്ട്സ് എക്സെട്ര. അപ്പം ലേഡി ബഗ്സ് ഫീഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ അഫിഡ്സ്, മൈറ്റ്സ് ഒക്കെ. അഫിഡ്സ് ഒക്കെ മൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചെടികളിൽ ഇങ്ങനെ കുത്തി അതിൻ്റെ സെൽ സാപ്പ് ഒക്കെ എടുത്ത് മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. അപ്പോൾ ലേഡി ബഗ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രോപ്പിനെ ബാധിക്കുന്ന എഫിഡ്സിനെയും മൈറ്റ്സിനെയും കില്ല് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് വെച്ചിട്ട് പ്ലാന്റ്സിനെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. Then a wasp eats up bollworms or other caterpillars on cotton plant and അപ്പം അതായത് വാസ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാറ്റർപില്ലേഴ്സിനെ, കോട്ടൺ പ്ലാന്റിനെ പെസ്റ്റായിട്ട് വരുന്ന കാറ്റർപില്ലേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ലെസ് കോസ്റ്റ്ലി ആണ്, ഗിവ് പ്രൊട്ടക്ഷൻ ടു ക്രോപ്പ് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, ഹാംലെസ് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ബെനിഫിഷ്യൽ ടു ഫ്ലോറ ആൻഡ് ഫോണ. അപ്പം അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് നോക്കുക. ആദ്യത്തെ 3 പോയിൻ്റാണ് അഡ്വാൻറ്റേജസ് പറയുന്നത്. അതായത് അധികം ചിലവൊന്നുമില്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ്, വേറൊരു ദോഷങ്ങളൊന്നും വരുന്നില്ല, ഇക്കോ ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ മറ്റുള്ള ചെടികളെ നശിപ്പിക്കാം. ഓക്കെ, അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കും ഒരു ദോഷമായിട്ട് വരാം, കാരണം അതും ഒരു കൈൻഡ് ഓഫ് പെസ്റ്റ് ആയിട്ട് വരാം. സോ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ബയോളജിക്കൽ കൺട്രോളിൽ വരുന്നത്. ബാക്കിയെല്ലാം ബെനിഫിഷ്യലാണ്. വൈ സോയിങ് സീഡ്സ് വിത്ത് സീഡ് ഡ്രിൽ ഈസ് ബെറ്റർ ദാൻ ബ്രോഡ്കാസ്റ്റിംഗ്? നമ്മൾ സാധാരണ പണ്ട് കാലത്ത് അങ്ങനെയാണ്, വിത്ത് ഇങ്ങനെ വിതയ്ക്കാണ്, കൈകൊണ്ട് എറിഞ്ഞ് വിതയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സോയിങ് സീഡ് ചെയ്യുന്നത് സീഡ് ഡ്രില്ലർ വെച്ചിട്ടാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നാണ്, ദ സീഡ് ഡ്രിൽ സോസ് the seeds uniformly at a proper distance and depth, whereas broadcasting of seeds scatter them non-uniformly on the ground surface which are susceptible to be picked up by the birds. അല്ലേ, അതായത് സാധാരണ നമ്മളിങ്ങനെ കൈകൊണ്ട് വിതയ്ക്കും, എന്താണ്, ഒരു യൂണിഫോം ആയിട്ടല്ല സീഡ്സ് ചെല്ലുന്ന വീഴുന്നത്. അപ്പം ചിലപ്പോൾ അത് കിടക്കുന്നതിട്ട് പക്ഷികളൊക്കെ കുത്തിപ്പറിക്കി കൊണ്ടുപോകാം. അപ്പം അതൊരു 100% എന്താണ്, എഫക്റ്റീവായിട്ട് സീഡ് സോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സീഡ് ഡ്രില്ലർ യൂസ് ചെയ്യുമ്പം പ്രോപ്പർ ഡിസ്റ്റൻസ് അല്ല, ഇത്ര ഡെപ്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീഡ്സ് സോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം യൂണിഫോം ആയിട്ടും പ്രോപ്പർ ഡിസ്റ്റൻസിലും അതുപോലെ പ്രോപ്പർ ഡെപ്തിലും നമുക്ക് എന്ത് ചെയ്യും, സീഡ് ഡ്രില്ലർ യൂസ് ചെയ്തിട്ട് സീഡ്സ് സോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. സോ യൂസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.